ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഡ്രാമാസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമില്ല, എനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നുകൊണ്ടാണ് ഡ്രാമാസ് ഒന്നും ഇടാനായത്. ശരി, അപ്പോൾ എന്തായാലും ഒരു പുതിയ ഡ്രാമ തുടങ്ങുമെന്ന് വെച്ചാൽ അതുപോലെ പഴയ ഡ്രാമാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ ഡ്രാമൻ്റെ ഉള്ളിലോട്ട് പോയാലോ. ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമൻ്റെ പേരാണ് വിത്ത് ലവ്. അതായത് പ്രണയം ആരോട് വേണമെങ്കിൽ തോന്നാമല്ലോ, അതേപോലത്തെ ഒരു ഡ്രാമയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിലാണ് എൻ്റെ ഡ്രാമ തുടങ്ങുന്നത്. നമ്മുടെ ഹീറോ ആയ നത്തീൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസിലാണ് നമുക്ക് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീ പറയാണ്, ഈ ലോകം എന്ന് പറയുന്നത് ആരോ പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ബുക്ക് പോലെയാണെന്ന്. അത് നമ്മളതിൻ്റെ ആദ്യ ചാപ്റ്റർ റീഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ലൈഫിൽ ഓരോ ദിവസവും അത് എന്ന് എൻ്റെ ആവും, എങ്ങനെയാണ് അതിൻ്റെ കഥ മനസ്സിലാവുന്നത്, നമ്മൾ ലാസ്റ്റ് പേജ് വരെ വായിച്ചേ പറ്റൂ. ഇതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ വീട് വിട്ട് ഭയങ്കര ദൂരം പോയിട്ടിരിക്കണം. എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ അടയാളങ്ങൾ ഞാൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണ്ടിയാണ് ഞാൻ എൻ്റെ വീട് വിട്ടൊരു ഭയങ്കര ദൂരത്തിലുള്ള ബാങ്കോക്കിലുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് വേണ്ടിയുള്ള നല്ലൊരു ജോലി, പഠിക്കണം, നല്ലൊരു ജോലി കണ്ടെത്തണം, അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ ഇതിലുള്ളതിനേക്കാളും മെച്ചപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ബാങ്കോക്കിലോട്ട് വന്നത്. അൻറ്റിൽ ഒരാളെ മീറ്റ് ചെയ്യുന്നവർ മാത്രം. അയാളെ കണ്ടതോടെ എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിച്ച പോലെയേ അല്ലായിരുന്നു. നേരെ അവനോട് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാർ വന്ന് നേരെ നമ്മുടെ തീനെ ഇടിക്കുന്നുണ്ട്. തീനെ ഇടിച്ചിട്ട് അപ്പോഴത്തേനും ആ കാറിലുള്ളവന് ലക്ഷറി ആയിട്ടുള്ള കാറല്ലേ. അപ്പോൾ ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വരുന്ന ആളെ പേരാണ് പ്രിമ, നമ്മുടെ സെക്കൻഡ് ഹീറോ ആണ്. അപ്പോൾ മൂപ്പര് വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ തീനെ ചൂടാവുകയാണ്. നീ എൻ്റെ കണ്ണില്ല നിനക്ക്, എന്താ കണ്ടിട്ട് നോക്കി നടക്കുന്നത്, നിനക്കൊന്ന് നോക്കി വന്നൂടെ, എൻ്റെ കാറിന് വല്ല സ്ക്രാച്ചും ആയിരിക്കും, നീ തരുമോ എൻ്റെ നഷ്ടപരിഹാരം എന്ന് ചോദിച്ചു ഭയങ്കര ചൂടാവുകയാണ്. അപ്പോൾ നമ്മുടെ തീ പറയുന്നുണ്ട്, അല്ല, ഞാൻ വന്നിട്ട് ഇവിടേക്ക് ബാങ്കോക്കിലോട്ട് ആദ്യമായിട്ടാണ്, എനിക്ക് വഴിയൊന്നും അറിയില്ല, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ നോക്കി വരണ്ടായിരുന്നു, സോറി, എന്നോട് ക്ഷമിച്ചേക്കെന്ന് പറയാം. അപ്പം നമ്മുടെ പ്രീമം പറയും, ശരി സാറില്ല, ഞാനും ശ്രദ്ധിക്കേണ്ടായിരുന്നു, ഞാനും കുറച്ച് ഫാസ്റ്റായിട്ട് വന്നാൽ ഇറ്റ്സ് ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ കോൺടാക്ട് നമ്പർ എഴുതി കൊടുത്തിട്ട് പറയും, നിനക്ക് വല്ല ഇഞ്ചുറി ആയിട്ടുണ്ട്, നിനക്ക് അതിന് വല്ല ചിലവുണ്ടെങ്കിൽ ഇതാ എൻ്റെ ഫോൺ നമ്പർ ഞാൻ എഴുതി തന്നിട്ട് നീ എന്നെ വിളിക്കാൻ നോക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവൻ നേരെ കാറിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തീ വന്നിട്ട് നടന്ന് ഫോണിൽ നോക്കി ലൊക്കേഷൻ നോക്കിയിട്ടാണ് അവൻ നടന്നു വരുന്നത്. നേരെ വലിയൊരു വീടിന് മുന്നിലോട്ടുണ്ട്. ഈ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കത്തില്ല, അതേപോലത്തെ ഒരു വീടാണ്. ആ വീടിനുള്ളിൽ ഫൈനലി ഞാൻ ഇവിടെ വന്നു അങ്ങനെ പറഞ്ഞ് അവൻ ആ വീടിന് നോക്കണം. മുന്നിൽ തന്നെ വല്ല സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹലോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ, ആരെങ്കിലും ഉണ്ടോ, ഹലോ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ആരാന്ന് വെച്ചാൽ ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ലേ, ഈ ഓണർ നോക്കാൻ ഏൽപ്പിച്ച അവിടുത്തെ വീടുണ്ടാവില്ല, അതേപോലെ മാനേജർ പോലത്തെ ഒരു ലേഡി, അതായത് ഇവരൊക്കെ ഗായാണ്. അപ്പോൾ ലേഡി അവരുടെ മോളുണ്ട്. അപ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ടായ നാൻസിനോട് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി, അപ്പോൾ എന്നോടല്ലേ അവിടുത്തെ പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ലക്കി നമ്പർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, എന്തിന്, ഡോഗിനെ വാങ്ങിക്കാനോ, ഡോഗിനല്ലടാ ലോട്ടറി വാങ്ങിക്കുന്നത്, ഏത് ലോട്ടറിയാണ് വിൻ ചെയ്യുന്നതെന്നുള്ളതാണ്. മൂപ്പത്തിയാർ ചെറിയ ലോട്ടറി കേസാണ്. അപ്പോൾ അവരുടെ മോളുടെ പേരാണ് കിം തേവോ. അപ്പോൾ മൂപ്പത്തിയാരും അവരുടെ അമ്മ വന്നിട്ട് പുസി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നിന്ന് സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പുറത്ത് നിന്ന് തീൻ്റെ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ തീൻ്റെ ഒച്ച കേൾക്കുമ്പോൾ നമ്മുടെ പുസി പുറത്ത് വന്നിട്ട് പറയുന്നത്, ഓ നീ വരൂ ഇങ്ങോട്ട് വരൂ, നീയാണ് ഇവിടേക്ക് പുതിയതായി വന്നിട്ടുള്ളത്. അതെ ഞാനാണ്. ഓക്കെ, നിനക്ക് ഏത് റൂമാണ്, ഞാൻ ഇവിടുത്തെ മുമ്പത്തെ ഓണർ എന്നോട് പറഞ്ഞ റൂം നമ്പർ സെക്കൻഡ് എടുക്കാനാണ്, പക്ഷേ അതുകൊണ്ട് ഞാൻ പോട്ടെ എനിക്ക്. ശരി ഓക്കെ, നിനക്ക് വേറെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്നോട് വിളിക്കുക അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും താഴത്തിന് നിൽക്കും. നമ്മുടെ തീ വന്ന് നേരെ റൂമിലോട്ട് പോയി അവനക്ക് റൂമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നേരെ റൂമിലോട്ട് പോയി അവിടുത്തെ ബെഡിൽ അവൻ നേരെ കിടക്കുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഒരു ഷെഡിയാണ്. അപ്പോൾ അവന് അയ്യേ ഇതെന്താ ഇവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ ബാത്റൂമിൽ നിന്ന് നമ്മുടെ പ്രിം ഇറങ്ങി വരുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ കണ്ട ഷോക്കിൽ പ്രിമിൻ്റെ ടവൽ വരെ ചേട്ടൻ കഴിഞ്ഞ് പ്രിം അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ താഴെ അത് സീൻ അവിടെ കട്ടയും നേരെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുസിനോട് കിമ്മ് പറയുന്നുണ്ട്, അതേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. എന്ത് മിസ്റ്റേക്കാണ്, അതേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, നിൽക്കടില്ലടി ലോട്ടറി കറക്റ്റാണ്, നമുക്ക് ഈ വീതിച്ചെടുക്കാം, നീ അതല്ല മമ്മി ഞാൻ പറയുന്നത് കേൾക്ക്, എന്താണ് ഓൾറെഡി റൂം നമ്പർ 2 ഒരാളില്ലേ, പിന്നെ ഇവന് അയ്യോ വാ നമുക്ക് ഓടിപ്പോയി നോക്കാം. അങ്ങനെ അവർ പോകുമ്പോഴത്തേന് നമ്മുടെ പ്രിമ വേഗം ഡ്രസ്സ് മാറ്റി വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇതെൻ്റെ റൂമാണ് എന്ന് പറഞ്ഞാൽ തല്ലുകൂടി കൊണ്ടിരിക്കുക. അപ്പോൾ പറയുന്നത് ഇല്ല ഇതെൻ്റെ റൂം, ഇത് പ്രീവിയസ് ഓണർ എനിക്ക് തന്നാണ്. അങ്ങനെ രണ്ടുപേരും മാറി തല്ലുകൂടിയാണ്. അപ്പോൾ നീ അവനെ കുളിക്ക്, ആരാ നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഇവൻ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, രണ്ടുപേർക്കും ലൈനേ കിട്ടുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ചീറ്റ് ചെയ്തോ, നമ്മളെ പറ്റിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരതിൻ്റെ കണ്ടീഷൻസൊക്കെ നമ്മുടെ നേരെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുകയാണ്, ഫ്ലാഷ് ബാക്കിൽ. അപ്പോൾ താലെ എന്ന് പറയുന്നവരാണ് ഇവർക്ക് ഈ റൂം കൊടുത്തത്. അവരെന്താ പറയുന്നത് വെച്ചാൽ ആദ്യം ആരാണോ പേ ചെയ്യുന്നത് അവർക്കാണ് ഈ റൂമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൻ്റെ ഗേൾ ഫ്രണ്ടായ
ഫർഹൈസ് അങ്ങനെ പറഞ്ഞാൽ പേരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലേ. നമുക്ക് ഫറു എന്ന് വിളിക്കാം. അവൻ്റെ ഗേൾ ഫ്രണ്ട് ഫറു വന്നിട്ട് ഇതന്നെ പറയുന്നത്, ആരാണ് ഫസ്റ്റ് പേ ചെയ്യുന്നത് അവർക്കാണിത്, അവർക്കാണ് ഞങ്ങൾ റൂം തരാൻ പോകുന്നത്. ഇത് ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനും, അതായത് ക്യാമ്പസിൻ്റെ അടുത്താണ്, റൂമിൻ്റെ റെൻറ്റ് കുറവാണ്, നിങ്ങൾക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. പക്ഷേ അങ്ങോട്ട് ഫസ്റ്റ് വരുന്നവർക്കേക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും അത് ആലോചിച്ചിട്ട് പറയണം, ഓക്കെ ഫസ്റ്റ് പേ ചെയ്തവർക്കാണ് ഈ വീട്. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പേ ചെയ്ത് നോക്കുന്നു. ഒരേ ദിവസം ഒരേ ടൈമിലാണ് രണ്ടും പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ രണ്ടുപേരും തല്ലുകൂടിക്കൊണ്ടിരിക്കും. നേരെ പുസിയും കിമ്മും കൂടെ റൂമിൻ്റെ ഉള്ളിലോട്ട് വരികയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കാം. ഒന്നുമില്ല, നിങ്ങൾ ഒന്നുമില്ല, തിരിക്കരുതെന്ന് പറയും നമ്മളെ തീ. അപ്പോൾ പ്രിമ പറയും, ഇല്ല നീ കണ്ട തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ടതന്നെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടതന്നെ, നിങ്ങളെന്താ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഇല്ല ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ അവരോട് ഭയങ്കര എംബാരസിങ് ആ മൂമെൻറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിമ പറയുന്നത്, ശരി ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതായത് ഫൈനലി ഒരു സൊല്യൂഷൻ വേണ്ട. അങ്ങനെ സംസാരിച്ച് ശരി നമുക്ക് ഇവിടെ തന്നെ ഓരോ റൂമേറ്റ് ഓരോ റൂം ഷെയർ ചെയ്യുന്നവരെ പോലെ താമസിക്കാൻ പറഞ്ഞു. ശരി ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാത്രി കടന്നുറങ്ങുകയാണ്. നമ്മുടെ തീ ഭയങ്കര ടയർഡായിട്ട് നേരത്തെ ഉറങ്ങി. നമ്മളെ പ്രിമ ലാസ്റ്റായിട്ട് വരുന്നത് വന്ന് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ആളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തോ അവൻ്റെ ഉദ്ദേശമുണ്ട്, എന്താണെന്ന് നമുക്ക് വഴി അറിയാം. അവനെ കെട്ടിപ്പിടിച്ച് അവനെ ഒരു വട്ടം കൈയൊക്കെ എടുത്തിടും, പക്ഷേ പിന്നെ നടക്കില്ല. പിന്നെ വീണ്ടും അവൻ കയ്യും കാലൊക്കെ ഇട്ട് കിടക്കുമ്പോൾ പിന്നെ അവനും നോർമലി ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ കാണണം. അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആരും കാണാനല്ല, പ്രിമിനെ കാണാനല്ല. ഇവൻ നേരെ റെഡിയായി താഴെ വരുമ്പോൾ നമ്മുടെ പുസിയും കിമ്മും ഉണ്ട്. അപ്പോൾ കിമ്മ് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പുതിയ സ്ഥലമായതുകൊണ്ട് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ ഉറങ്ങിയില്ലേ ചോദിക്കും. ഉറങ്ങി, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാം. അപ്പോൾ നേരെ ഇവർ നോക്കുമ്പോൾ അടുത്ത റൂമിൽ നിന്ന് അതേപോലെ മേലിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ഒരു കോളേജിൽ പോകാൻ എല്ലാവരും റെഡി വരും. അപ്പോൾ തുൺ കാക്ല അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പുസി വന്നിട്ട് ഇവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ പുതിയ റൂമിലോട്ട് വന്നിട്ടില്ല. ഇവൻ്റെ പേരാണ് ഇവനെ തീ എന്ന് വിളിക്കുന്നത് പറഞ്ഞു. അപ്പോൾ തുണ് പറയും, എടാ നീയോ, അതേ നീയോ, അങ്ങനെ രണ്ടുപേരും എങ്ങനെ. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓൾറെഡി അറിയോ ആരാണ്? ഇതെൻ്റെ കസിനാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ കാണണോ? അതെ ഇതെൻ്റെ റൂമിലാണ് കാക്ല എന്ന് പറയും. ഓക്കെ അത് കഴിഞ്ഞ് നേരെ അടുത്ത് നോക്കുമ്പോൾ കുണ്ണ് വരും. കുണ്ണും പെർഫോം അങ്ങനെ വരും. അവർ രണ്ടുപേരെന്ന് വെച്ചാൽ കുൺ പറയും ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇവരെ ചേച്ചിനെ പോലെയാണ് അങ്ങനെ പറയും. ശരി ഓക്കെ അങ്ങനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരോട് പറയും ഇത് കസിനാണ്, നമ്മുടെ തുണിൻ്റെ കസിനാണ് തീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പ്രിമ എവിടെയും ചോദിക്കുമ്പോൾ ഇല്ല പ്രിമിനെ കാണാനില്ല, പ്രിമിനെ രാവിലെ തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവിടേക്ക് നേരം സിമാല എന്ന് പറഞ്ഞിട്ട് ഒരു മെയ്ഡും കൂടെ വരും. അവനൊരു ഗേ ആണ്, ഒരു ബോയ് ആണ്. അവർ വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അവർ സംസാരിച്ച് അങ്ങനെ ഞാൻ ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയൊക്കെ വെക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ കൊണ്ട് ചോദിക്കും, അപ്പോൾ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരട്ടെ അങ്ങനെ ചോദിക്കും. അപ്പോൾ പുസി പറയും, എന്തായാലും നീ കൂട്ടിയിട്ട് വരണേ, എനിക്ക് ബോയ് ഫ്രണ്ട്സിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, ഗേൾസിനെ ആരും നീ കൂട്ടിയിട്ട് വരില്ല ഇങ്ങനെയാണ് ഫർഫാനോട് പറയും. അങ്ങനെ ആ സീനെ കട്ട് ചെയ്ത് നേരെ അടുത്ത് കാണിക്കുന്ന കോളേജിലാണ്. അങ്ങനെ എല്ലാവരും അസംബിളായിട്ട് ഇരിക്കുകയാണ്. ഫ്രഷേഴ്സ് ഡേ അല്ല, ഫസ്റ്റ് ഡേ അല്ല. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിൻ്റെ വക റാഗിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുണ്ണ് വന്നിട്ട് പിന്നാലെ തിരിഞ്ഞ് ഒരാളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പം പറയും, അവൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടീൻ്റെ പേരാണ് നമ്പം, അത് അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് ചോദിക്കുക, നീ ആരെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ആരെയും നോക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ കുണ്ണ് പറയും, ഇല്ല ഞാൻ ആരും തന്നെ നോക്കുന്നില്ല. ഇല്ലല്ലോ നീ ആരെയും നോക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. ഇല്ലല്ലോ നീ പഴങ്ങല്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നല്ല, നീ എൻ്റെ അല്ലേ, ഞാൻ ആരെയും നോക്കത്തില്ല. അത് ഇതൊക്കെ പിന്നാലെ പെർഫോം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ വേഗം അവർക്കൊരു ചെക്കൻ ഓടി വന്നിട്ട് ഫർഫാനോട് പറയുന്നത്, ഞാൻ നിന്നെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നീ എവിടെ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ, ശരി ഓക്കെ എനിക്ക് വേണ്ടി നീ കുറേ ചെയ്യുന്നുണ്ട്, താങ്ക് യു എന്ന് പറയാം. അപ്പം ആ ചെക്കനെ പേരാണ് നെട്ട പറയും, നീ എന്തിനാ താങ്ക്സ് പറയുന്നത്, നമ്മൾ രണ്ടാളും കപ്പിൾസ് അല്ലേ, കപ്പിൾസിനോട് താങ്ക്സ് ഒന്നും പറയരുത് അങ്ങനെ പറയും. നമ്മൾ പെർഫോമിന് അപ്പോൾ നെട്ടിൻ്റെ ഗേൾ ഫ്രണ്ട്സാണ്. അങ്ങനെ നമ്മുടെ തീയും ആ ഗ്രൂപ്പിൽ അങ്ങനെ ഇരിക്കും കൊടുക്കാൻ. പിന്നാടി അവൻ്റെ പിന്നാലെയാണ് പ്രിമുള്ളത്. പ്രിമ് വന്നിട്ട് നീ എന്നല്ല തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്നെ കാണാനല്ല തിരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്നും ഉണ്ടാ പോടാന്ന് പറയും. അപ്പോൾ അതിന് നമ്മുടെ സീനിയേഴ്സൊക്കെ വന്ന് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവരെ പണിഷ്മെൻറ്റ്, അതായത് പണിഷ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഓരോ ഇതില്ലേ, ഒരാളെ വായിലൊരു സ്പൂൺ വെച്ച് അടുത്ത ആളെ വായിലോട്ട് അങ്ങനെ വെച്ച് ഇവർ ലബ്ബർ ബാൻഡ് മാറ്റി കളിക്കുന്ന ഒരു കളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ സീനിയേഴ്സൊക്കെ അവർക്ക് വരുന്നുണ്ട്. അവർക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ നിറയെ നല്ല ജൂനിയേഴ്സ് ഉണ്ട്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച ഒരു സൈഡിൽ സീനിയേഴ്സിൻ്റെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫാൻ്റെ ബോയ് ഫ്രണ്ടില്ലേ നെട്ടും നമ്പങ്ങും അതുപോലെ കൊണ്ട് 3 പേരും കൂടെ സംസാരിച്ചും കൊടുക്കും. അവൾക്കൊണ്ട് പെർഫാൻ പെട്ടെന്ന് ഓടി വരുന്നത്. എന്നിട്ട് നെട്ടിനോട് തല്ലുകൊടുക്കുന്നു, ആരാ അത്, നീ ആരോടാണ് ഫോണിൽ നിൻ്റെ ലൈനായിട്ട് നീ ആർക്കാ കൊടുത്തത്, നീ എന്തിനാണ് അങ്ങനെ അവരോട് ചിരിച്ച് സംസാരിച്ചിട്ടുള്ളത്, ആരാ അത്, ഏതവളാണെന്ന് ചോദിച്ചു ഭയങ്കര തല്ലുണ്ട്. അപ്പോൾ നമ്മുടെ അതെൻ്റെ ജൂനിയറാണ്, ജസ്റ്റ് ഫ്രണ്ട്സാണ്, ഞങ്ങൾ തമ്മിൽ ഒന്നും തന്നെ ഇല്ല അങ്ങനെ. ഇല്ലല്ല എനിക്കറിയാം, നീ എന്തിനാ ഫോൺ അങ്ങനെ നമ്പറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കും, നീ എന്തിനാ എൻ്റെ ഫോൺ എന്നെ അറിയാതെ നീ എന്തിനാ സീക്രട്ടായിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പം നിനക്ക് എന്നെ വിശ്വാസമില്ല എന്ന് ചോദിക്കും. എനിക്ക് നിന്നെ വിശ്വാസമില്ല, അങ്ങനെ നീ ആരാ ഇത് പറയുന്നു പറയും.
അങ്ങനെ അവർ തന്നെ തമ്മിൽ തല്ലായിട്ട് അപ്പോൾ ലാസ്റ്റ് ബ്രേക്കപ്പ് പറഞ്ഞു ഗോ ടു ഹെല്ലും പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ നമ്പങ്ങും കുണ്ണു ഇത് നോക്കിയുണ്ട്. അപ്പോൾ നമ്പങ്ങ് പറഞ്ഞു ശരി വാ പോകാമെന്ന് പറയും. അപ്പോൾ കുണ്ണു പറയും ഇല്ല എൻ്റെ ഫ്രണ്ട് ഭയങ്കര അപ്സെറ്റിലാണ്, അതായത് പെർഫോമൻസ് അങ്ങനെ അപ്സെറ്റിലല്ല, അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നോക്കാൻ പോവാണ്, നീ ഒന്നും വിചാരിക്കരുത്. അപ്പം നമുക്ക് പറയാം ഓ നിനക്ക് എപ്പോഴും അവൾ മാത്രം മതിയോ, എനിക്ക് നിനക്ക് എന്നെപ്പറ്റി ഒരു കെയറും ഇല്ല അങ്ങനെ പറയും. അപ്പോൾ കുൺ പറയും അങ്ങനെയല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, അപ്പം ഞാൻ അവളെ പറ്റി ആലോചിക്കണ്ടേ എന്ന് ചോദിക്കും. ഓക്കെ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ ഇവിടെ ബ്രേക്കപ്പ് ആയിപ്പോൾ. അപ്പോൾ പെർഫോമിനോട് കുൺ ചോദിക്കുമ്പോൾ പെർഫോം പറയും നിൻ്റെ ഗേൾ ഫ്രണ്ട് തെറ്റി പോകുന്നില്ല, നീ അവളെ പിന്നാലെ പോകുന്നൊക്കെ. ഇല്ല അവൾ എപ്പോഴും ഇങ്ങനെ തന്നെ, കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ ശരിയായിക്കോളും അങ്ങനെ പറഞ്ഞാൽ പെർഫോമിനോട് സംസാരിക്കാൻ വരുമ്പോൾ പെർഫോം പറയും ഇല്ല ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം വിചാരിക്കണം അങ്ങനെ പറഞ്ഞാൽ മുമ്പ്. അങ്ങനെ അടുത്ത സീനിലൊക്കെ നേരെ കട്ട് ചെയ്ത് കാണിക്കണം നമ്മൾ തീ വന്നിട്ട് ഒരു മുകളിൽ വന്ന് നോക്കി നിൽക്കുന്നത്, എന്താ ചെയ്യണമെന്ന് അറിയില്ല തോന്നുന്നു, ആരുമില്ല ഒറ്റക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ അവൻ്റെ ഓപ്പോസിറ്റിൽ ആരാന്ന് വെച്ചാൽ നമ്മുടെ പ്രിമാണ്. പ്രിമ ചോദിക്കും നിനക്ക് ഗേൾ ഫ്രണ്ടായി ഉണ്ടായ സ്ഥിതിക്ക് നീ വന്നിട്ട് ഗേൾ ഫ്രണ്ട് കൂടെ പോയിക്കൂടെടാ, വെറുതെ എൻ്റെ കൂടെ നിന്നെ റൂം ഷെയർ ചെയ്യുന്നത്, എനിക്ക് കഷ്ടകാലം, ഇവൻ്റെ കൂടെയൊക്കെ ഒന്ന് ഗേൾ ഫ്രണ്ട് കൂടെ പോകാൻ നോക്കടാ അങ്ങനെ പറഞ്ഞാൽ അവനവിടെ പിറുപുറത്തും കൊണ്ടിരിക്കുകയാണ്. അതായത് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ് ബൈ ബൈ, താങ്ക് യു.